ഞാനും ഒരു അതിജീവിതയാണ്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിലെ പോരാട്ടങ്ങളും താരസംഘടനയായ AMMA വിട്ടുപോയതിന്റെ കാരണങ്ങളും തുറന്നു പറയുകയാണ് നടി പാർവതി തിരുവോത്ത്. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലെ ചർച്ചയിലായിരുന്നു പാർവതിയുടെ തുറന്നു പറച്ചിലുകൾ. സിനിമാ മേഖലയിലേക്ക് വന്ന അന്നു മുതൽ ഇന്ന് വരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അനീതികളും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും പാർവതി പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമയിൽ വന്നപ്പോൾ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഉപദേശം 10 വർഷം കൊണ്ട് പരമാവധി സിനിമകൾ ചെയ്യണമെന്നായിരുന്നു. അത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ഷെൽഫ് ലൈഫ് ആയിരിക്കും അത്രേ. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി, അമ്മ എന്നുള്ള വേഷങ്ങളിലേക്ക് ചുരുങ്ങും. അന്ന് ഞാനത് കേട്ടില്ലെന്ന് വെച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വീണ്ടും കേൾക്കാൻ തുടങ്ങി. സ്ത്രീകൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് അതിന് മാർക്കറ്റ് വാല്യൂ കൂട്ടി സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണില്ല. അന്വേഷിച്ച് പോയാൽ ഒന്നുകിൽ അവർ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അഭിനയം തന്നെ നിർത്തിയിട്ടുണ്ടാകും. പോകെ പോകെ മനസ്സിലായി അതും ഒരുതരം അടിച്ചമർത്തലാണ്. ഇവിടെ നിലനിൽക്കുമെന്ന ഒരേ ഒരു തീരുമാനം മാത്രം മതി ചരിത്രം സൃഷ്ടിക്കാൻ. ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് 18 വർഷത്തിൽ കൂടുതലാകുന്നു. സിനിമയിൽ വിജയിച്ചോ, ചെയ്യുന്ന സിനിമകൾ ഓടുന്നുണ്ടോ, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതൊന്നുമല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഞാനിവിടെ നിലനിൽക്കുന്നു എന്ന ഒരേ ഒരു ചെയ്തിയിലൂടെയാണ് തന്നെ പോലുള്ളവർ ചരിത്രത്തിൽ ഇടം നേടുന്നതെന്നും പാർവതി പറയുന്നു. അങ്ങനെ ഒരു അവസരത്തിലാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഉണ്ടാകുന്നത്. അതൊരു തീരുമാനമായിരുന്നില്ല, ചെയ്യേണ്ടി വന്നതാണ്. പ്രതിരോധിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ജനസമൂഹം കൂടെ ഉണ്ടാകുമെന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് WCC. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ മൂവ്മെന്റിന്റെ തുടക്കം. നടി ആക്രമിക്കപ്പെട്ട സംഭവം റിമ കല്ലിങ്കലാണ് വിളിച്ചു പറയുന്നത്. അതിജീവിതയെ പിന്തുണയ്ക്കാനായി അന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. അവിടെ നിന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാവുകയായിരുന്നു. ഞങ്ങളൊക്കെ തമ്മിൽ പങ്കുവച്ച സംഭവം ഒരാളിൽ നിന്ന് എല്ലാവർക്കും നേരിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത് അന്നാണെന്നും പാർവതി വ്യക്തമാക്കുന്നു. എൻ്റെ മുൻപിൽ കളക്റ്റീവിലെ ഒരു മെമ്പർ പറയുകയാണ്, നിനക്ക് ഈ അനുഭവം ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, എനിക്കും അത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുമിച്ചിരുന്ന് കരയണോ, കെട്ടിപ്പിടിക്കണോ, അന്യോന്യം സമാധാനിപ്പിക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രതിരോധിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ജനസമൂഹം കൂടെ ഉണ്ടാകുമെന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് WCCയും അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും എന്നും പാർവതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനീതിയെക്കുറിച്ച് പറയുന്നത് ആളുകൾ വിശ്വസിച്ചു തുടങ്ങാൻ 7 വർഷത്തോളം എടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ WCC അംഗങ്ങളുടെ നിലപാട് ശരിയാണെന്ന് പലരും പറഞ്ഞത് ആശ്വാസം തോന്നിയെന്നും പാർവതി പറഞ്ഞു. AMMA നേതൃത്വത്തിനെതിരെയും പാർവതി വിമർശനം ഉന്നയിച്ചു. സംഘടനയിൽ അംഗമായിരുന്നപ്പോൾ ഉന്നയിച്ച പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ആഘോഷങ്ങൾ നടത്തി മുന്നോട്ട് പോയാൽ പോരെ എന്നായിരുന്നു മറുപടി. അഭിനയിച്ച് വീട്ടിൽ പോവുക എന്നത് തന്നെയായിരുന്നു സിനിമാ ഫീൽഡിലേക്ക് കടന്നു വന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം ചെയ്യേണ്ടി വന്നു. അടിച്ചമർത്തപ്പെടാതെ ജീവിച്ചു പോകാൻ പലതും ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയാൽ പോരാ. എൻ്റെ കൈകൾ ഇപ്പോൾ വലുതാണ്. ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി വേണം മുന്നോട്ട് പോകാൻ. സിനിമയിൽ സ്ത്രീ കൂട്ടായ്മയ്ക്ക് സാധ്യതയുണ്ടാകുമെന്ന് WCCക്ക് മുന്നേ കരുതിയിരുന്നില്ല. എന്നാൽ ആ അവസ്ഥ ഇപ്പോൾ മാറിയെന്നും പാർവതി പറഞ്ഞു. ഷൂട്ടിംഗ് സ്ഥലത്ത് ശുചിമുറി വേണമെന്ന ആവശ്യത്തിന് AMMAയിൽ നിന്ന് പിന്തുണ ലഭിച്ചത് തന്നെ മുതിർന്ന പുരുഷ താരങ്ങളിൽ ചിലർക്ക് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരുന്നു. ആ സംഭവത്തോടെ ബാത്റൂം പാർവതി എന്ന പേര് വരെ വീണു. അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ തവണ പല പ്രശ്നങ്ങളും ഉന്നയിക്കുമ്പോൾ അത് വിട് പാർവതി, നമ്മളൊരു കുടുംബമല്ലേ, നമുക്ക് ഓണമൊക്കെ ആഘോഷിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ചു പോകാമെന്നായിരുന്നു ഒരു മുതിർന്ന നടൻ നൽകിയ മറുപടി. പഞ്ചായത്തിൽ പണ്ടൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പാണ് അവിടെ നടക്കുന്നത്. നേരത്തെ തന്നെ ഒരാളെ തീരുമാനിക്കും. ഉച്ചയുണ്ട് പോകുന്ന സമയം വോട്ടെടുപ്പ് നടത്തും. ആ സമയമാകുമ്പോൾ കൂടുതൽ ആളുകളും അവിടെ ഉണ്ടാകില്ല. കൈപൊക്കി കാണിക്കാനാണ് പറയുക. ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്ട് കൊണ്ട് മനസ്സിലാകും. ഇതൊക്കെയാണ് ആ സംഘടന വിട്ടുപോകാൻ കാരണമെന്നും പാർവതി പറയുന്നു. 2017 നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ മുഖ്യപ്രതിയായ താരത്തെ സംഘടനയിൽ തിരിച്ചെടുത്തത് വൻ തിരിച്ചടിയായിരുന്നുവെന്നും പാർവതി പറയുന്നു. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പുരുഷന്മാരുടെ എല്ലാ അവകാശങ്ങളും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് വിശ്വസിപ്പിക്കുന്നത്. നമുക്കുള്ള സുഖസൗകര്യങ്ങളൊക്കെ പോകുമോ എന്നാണ് അവരുടെ ചിന്ത. വളരെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നോട് വന്ന് പറഞ്ഞിരുന്നു, പാർവതി റിലാക്സ് ചെയ്യൂ, കൂടുതൽ ചിരിക്കൂ എന്ന്. നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്ക് എടുത്താൽ ഞാൻ കൂടുതൽ ചിരിക്കാൻ തുടങ്ങുമെന്നായിരുന്നു അന്ന് അതിന് നൽകിയ മറുപടിയെന്നും പാർവതി പറയുന്നു. വലിയ നടന്മാരുടെയും സംവിധായകരുടെയും സിനിമകൾ കണ്ട് വളർന്നു വന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിലെ പുരുഷ വിഗ്രഹങ്ങൾ ഉടഞ്ഞപ്പോൾ വേദന തോന്നിയിരുന്നു. എങ്കിലും നന്നാവാനും കൂടുതൽ മെച്ചപ്പെടാനുമുള്ള അവസരമാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ ഒരു അതിജീവിതയാണ് താനെന്നും പാർവതി വെളിപ്പെടുത്തി. ഒരു സിനിമ സംവിധാനം ചെയ്യാൻ 4 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഒരു സിനിമ വരുന്നുണ്ടെന്നും പാർവതി വ്യക്തമാക്കിയിട്ടുണ്ട്.